सजना 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 काटे कटे ना तेरे बिना बेसुआदी रतिया ओ सजना हो तेरे बिना बेसुआदी रतिया ओ सजना हो रूखी रे काटोरे कटना ആര്യ എന്തോ തകർപ്പനായിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് നമ്മുടെ ചേട്ടൻ ചേച്ചിമടുത്ത് ചോദിക്കാം. ഓക്കെ, സൗഭാഗ്യ ചേച്ചി. ആര്യ നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഗ്രൂപ്പിൻ്റെ കോസ്റ്റ്യൂമൊക്കെ കൊള്ളാം. ഈ ലൈറ്റ് ഇറ്റ് വാസ് എ പ്ലസൻറ്റ്, എന്താ പറയുക, പ്ലസൻറ്റ് ഒരു സൈറ്റായിരുന്നു കാണാൻ. 3 പേർക്കും ഇത് കണ്ടപ്പോൾ ഫീൽ ചെയ്തൊരു ചെറിയ കാര്യം, ഇത് നിങ്ങളുടെ ആദ്യത്തെ പെർഫോമൻസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു എന്ന് തോന്നി. ഇപ്പം ഇതിനെക്കാട്ടിലും ഭയങ്കരമായ പെർഫോമൻസസ് പ്രീവിയസ് എപ്പിസോഡ്സിൽ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല, ഇതിലും കൂടുതൽ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ അമ്മയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് ആ ലാസ്റ്റൊക്കെ. എനിക്ക് ത്രോട്ടൊക്കെ ഇങ്ങനെ വല്ലാണ്ടായി. എനിക്കിത് കണ്ടിട്ട് സിനിമയൊക്കെ കണ്ണു നിറഞ്ഞു പോയി. ആര്യയുടെ ഒരു പെർഫോമൻസ് വരുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 പേരും ഇന്ന് ആര്യ എന്താണ് കൊണ്ടുവരാൻ പോണേ, ആര്യയുടെ ഗ്രൂപ്പ് എന്തായിരിക്കും ഇന്ന് മാസ്റ്റർ എന്താണ് പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ഫാനാണ് ആര്യ. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത്രയും എത്തിയോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ്. പക്ഷേ പെർഫോമൻസിനെ പറ്റി കുറ്റം പറയാനൊന്നുമില്ല. ഭയങ്കര ഒരു സൂത്തിങ് പെർഫോമൻസ്, പ്ലസൻ്റ് ആയിരുന്നു, നല്ലൊരു മൂഡ് ഉണ്ടായിരുന്നു കാണുമ്പോൾ. ഹാപ്പി, ഭയങ്കര പീസ്ഫുൾ, അങ്ങനെ പോയി. പക്ഷേ ആ പ്രതീക്ഷിച്ച ഞങ്ങളുടെ പ്രോബ്ലം ആണോ അറിയില്ല, ഒരു ഓവർ എക്സ്പെക്റ്റേഷനിൽ പറ്റിയതാണോന്ന് അറിയില്ല. വാട്ട് ഡിഡ് യു ഫീൽ? അവരുടെ പെർഫോമൻസ് വൈസ് ചെയ്തത് ഭയങ്കര നല്ലതായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളുടെ കോസ്റ്റ്യൂംസ് സോ ബ്രില്യൻ, ഭയങ്കര നല്ലൊരു ഐഡിയ ആയിരുന്നു. ഇതുവരെയ്ക്കും ഈ സ്റ്റേജിൽ കാണാത്ത ഒരു
ഒരു പുതിയ ഐഡിയ തന്നെയായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങളുടെ കോസ്റ്റ്യൂമിൻ്റെ ഇടയ്ക്ക് ആരുടെ കോസ്റ്റ്യൂം കുറച്ച് ഡള്ളായി പോയിരുന്നോ എന്ന് എനിക്കൊരു സംശയം തോന്നി. കാരണം ആര്യയ്ക്കൊരു എടുപ്പില്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം ബാക്കിൽ അങ്ങനത്തെ കളറും ലൈറ്റൊക്കെ വന്നപ്പം ആര്യ കുറച്ച് മങ്ങിപ്പോയോ എന്ന് എനിക്കൊരു ചെറിയ സംശയം തോന്നിയിരുന്നു. ഇതിന് മുന്നത്തെ ഇതിലൊക്കെ ഗ്രൂപ്പിൽ ഇത്രയും വലിയ പ്രോപ്സും ഒക്കെ ആയിട്ട് വന്നാലും ആര്യയെ എപ്പോഴും നമുക്ക് ഒരു സ്പോട്ട്ലൈറ്റിൽ കാണാൻ പറ്റും. ആര്യയ്ക്ക് കിട്ടേണ്ട ഇമ്പോർട്ടൻസ് കിട്ടി തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഈ കോസ്റ്റ്യൂമിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ അവരായിരുന്നു കൂടുതൽ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നത്. അവർ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. അപ്പം ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് റൗണ്ടിൽ ഇത് കോപ്പപ്പ് ചെയ്യണം. ഓക്കെ, കേട്ടോ എനിക്ക് ഈ പറഞ്ഞ പോലെ സൗഭാഗ്യം പറഞ്ഞ വളരെ കറക്റ്റ്. കാരണം ഇത് ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം മറ്റേ വായും തുറന്ന് അന്തം വിട്ടിരുന്നു പോയേനെ. കാരണം അത്രയും നല്ല കൺസെപ്റ്റ് ആയിരുന്നു ഈ ഒരു ഇത്. മറ്റേ ഈ ഡ്രസ്സും ആ ലൈറ്റിങ്ങും എല്ലാം ഭയങ്കര നല്ല കൺസെപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് വന്നപ്പോൾ ആ പ്രാവിനെ പറത്തി അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും പറഞ്ഞാൽ ഈ ഡ്രസ്സ് കുറച്ച് ഡള്ളായതുപോലെ ഫീൽ ചെയ്തു. നിങ്ങളൊരു മൊത്തത്തിലൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് ഭയങ്കര വാസ്തവമാണ്, അത് സമ്മതിച്ചതേ പറ്റൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പെർഫോമൻസ് കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് ലെവല് 1 by 1 ആയിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഈ ഒരു റൗണ്ട് വരെയുള്ള ആരുടെ എല്ലാ പെർഫോമൻസും നമുക്ക് ഓർമ്മയുണ്ട്. അതെ ഈച്ച് പെർഫോമൻസിലും ഒരു മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആര്യ ഈ സ്റ്റേജ് വിട്ട് പോയിട്ടുള്ളത്. അതാണ് വേറൊരു കാര്യം ആര്യയുടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും ഓരോ റൗണ്ടിലും ആര്യ വരുമ്പോൾ. നമുക്ക് എക്സ്പെക്ടേഷൻ ലെവൽ സോ ഹൈ. അതാണ് വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ്. ആര്യ ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു നോർമൽ ഒരു കുട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കില്ല. ആര്യയുടെ വരുമ്പോഴുള്ള ഒരു എക്സ്പെക്ടേഷന്റെ പ്രശ്നമാണ്. ആര്യ ആദ്യമേ അങ്ങനെ ഒരു മാർക്ക് സെറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നത്.